ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള അതിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ടും അതോടൊപ്പം തന്നെ ഒരു പൊതു സമൂഹം എന്ന രീതിയിലോട്ട് ഗോത്ര വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണ് നിലവിലെ ഇടപെടലുകൾ എന്നതിനെ കുറിച്ചും അതിൻ്റെ പ്രശ്ന സങ്കീർണതകളെ കുറിച്ചൊക്കെ സാറിൻ്റെ പ്രഭാഷണത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ആദ്യ ഭാഗം സാധിച്ചിരുന്നില്ല. ഞാൻ കുറച്ച് വഴികി വന്നത് അതിൽ ക്ഷമയോജിക്കണം. ചില സാങ്കേതിക കാരണം കൊണ്ടാണ് വഴികിയിരുന്നത്. നമ്മൾ ഈ ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസം ഏറെ കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ ഗോത്രവർഗ മേഖലയിലോട്ടുള്ള വിദ്യാഭ്യാസത്തെ പ്രത്യേകിച്ച് പരിഷത്ത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ശാസ്ത്രബോധത്തിലൂടെ കൂടി വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെയൊക്കെ അതിനെ ജനകീയവൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രയാസം നേരിട്ടിരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഗോത്രവർഗ മേഖലയാണ്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗോത്രവർഗ മേഖലയുടെ വിദ്യാഭ്യാസം, നമ്മൾ സാമ്പത്തിക വിദ്യാഭ്യാസം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ജനകീയവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയിൽ അത് ഒരുപക്ഷെ ഗോത്രവർഗ സമൂഹം ഇപ്പോഴും ഓരത്ത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ആ ഓരത്ത് നിൽക്കുന്ന സമൂഹത്തെ കുറെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സന്തോഷ് മാഷയുടെ പ്രവർത്തനങ്ങൾ നിന്നിരുന്നത് എന്നുള്ളത് ഈ ദിവസത്തിൽ നമ്മൾ അനുസ്മരിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം ബാവലി സ്കൂളിൽ നടപ്പിലാക്കിയിരിക്കുന്ന പല പദ്ധതികളും ഒരുപക്ഷെ വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ കൂടി കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുപോകണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യപ്പെട്ട ഒരു മാതൃക നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നുകൊണ്ടാണ്, ആ ഉത്തരവാദിത്തത്തോടെ നമ്മുടെ മുമ്പിൽ തന്നുകൊണ്ടാണ് സന്തോഷ് മാഷ് അത്ര മാതൃക കാണിച്ചു തന്നുകൊണ്ടാണ് സന്തോഷ് മാഷ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ സമയത്ത് അത് ഓർമ്മിപ്പിക്കുകയും കാരണം. ഗോത്രവർഗ മേഖലയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് ചരിത്രപരമായിട്ടും കൂടി നമ്മൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിലും കേരളത്തിലുമാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കോട്ടയം ജില്ലകളുടെയും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയുടെ ഭാഗങ്ങളൊക്കെ നിൽക്കുന്ന, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ മേലുകാവിന്റെ പ്രദേശത്ത് മലയേറിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരുപക്ഷെ മിഷണറി പ്രവർത്തകരെ സമീപിക്കുകയും ഞങ്ങൾക്കും വിദ്യാഭ്യാസം വേണം, ഞങ്ങളുടെ പ്രദേശത്തും വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു സമൂഹമാണ്. ഇത്തരത്തിലൊരു ചരിത്രം നമുക്ക് മുന്നിൽ, കേരളത്തിന്റെ മുന്നിൽ ആദിവാസി ഗോത്രവർഗ വിദ്യാഭ്യാസത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇത് ഒരു ഭാഗം. അതേപോലെ തന്നെ അത് ആ സമൂഹം ആവശ്യപ്പെടുകയാണ് ചെയ്യപ്പെട്ടത്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് മറക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ചരിത്രത്തിൽ. അപ്പം അന്ന് മുതലേ നമുക്ക് എന്താ പറയേണ്ടത്, ഗോത്രവർഗ വിദ്യാഭ്യാസത്തെ ഒരു സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പ് തന്നെ ഗോത്രവർഗം ആധുനിക വിദ്യാഭ്യാസത്തെ വളരെ സ്വാഗതാർഹമായിക്കൊണ്ടും തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ആവശ്യമാണെന്നും സൂചിപ്പിക്കപ്പെടുന്ന ഒരു അടയാളപ്പെടുത്തലാണ് മലയാളിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഘട്ടം വയനാട് ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ വയനാടിന്റെ ഗോത്രവർഗ മേഖലയിലെ വിദ്യാഭ്യാസത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന പിന്നോക്കം പോയ ഒരു ചരിത്രം വയനാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് തോന്നുന്നു. ഞാനത് സൂചിപ്പിക്കുന്നത്
മാനന്തവാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ചില പ്രവർത്തനങ്ങളെ, ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത് പറയാൻ കാരണം. 1960കളുടെ 50കളുടെ അവസാന കാലഘട്ടത്തിലും 60കളുടെ ആരംഭ കാലഘട്ടത്തിലും എരുമത്തെരുവിലെ ഒരു ഗോത്രവർഗ സമൂഹങ്ങൾ മാത്രം, പ്രത്യേകിച്ച് അടിയം പണിയം എന്നീ പറയുന്ന ഗോത്രവർഗക്കാർ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന പ്രധാനമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ആശയമായിരുന്നു. ഈ ചരിത്രം ഉൾക്കൊള്ളുന്നവരുടെ പിൻതലമുറക്കാർ നമ്മുടെ മുന്നിൽ തന്നെയാണ്. ഒരുപക്ഷെ നമ്പി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സിയ ജോഗി എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തിലെ നമ്മുടെ വയനാടിന്റെ ചരിത്രത്തിലെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ മേഖലയിൽ വളരെ ശക്തമായിട്ട് ഈ സംഘടന ഒരു 5-8 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ എന്നോണം നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ പ്രത്യേകിച്ച് ഇവിടെ ഈ മാനന്തവാടിയിൽ അന്നുണ്ടായിരുന്ന ആശ്രമ സ്കൂളായിരുന്നു തോന്നുന്നു. അതിനുശേഷം നമ്മുടെ സർവോദയ സ്കൂളുകളിലോട്ടൊക്കെ കുട്ടികളെ എത്തിക്കുന്നതിൽ, ആ കാലഘട്ടത്തിൽ എത്തിക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഒരു തുടർ അത്തരത്തിൽ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കിട്ടിയിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു പി കെ കരിയൻ എന്ന് പറയുന്നു. കാളേട്ടനും അതിന്റെ ഇൻസ്പിറേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മൂവ്മെന്റിലെ അതിന്റെ കുറെ കാലഘട്ടത്തിന് ശേഷമാണ് ഒരു കുറിച്യ സമുദായത്തിൽപ്പെട്ട ഒരാള് അതിന്റെ വാക്കായി മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ആദിവാസി സമൂഹങ്ങളുടെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ആദിവാസി വിദ്യാഭ്യാസത്തിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് പറയുന്ന സമയത്ത് അത് ഒരു പക്ഷേ പണിയ വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും. അല്ലാതെ പുരുഷരുടെയും ഉള്ളുകുറുപ്പിന്റെയും വിദ്യാഭ്യാസത്തിന്റെ പിന്നോക്കാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടല്ല. ഈ വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗമായിട്ടുള്ള ആ പണിയ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള സമൂഹത്തിൽ നിന്ന് 1950കളുടെ അവസാന കാലഘട്ടത്തില് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്നുള്ള ശക്തമായ വാദം മുൻനിർത്തിക്കൊണ്ട് ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തനത്തിൽ അങ്ങനെ നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറയാൻ ആ കാഴ്ചപ്പാട് അന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്ന് അത് അത്ര ശക്തമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. എന്തുകൊണ്ടാണ് ഈ 50കളുടെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതി അത്ര ശക്തമായിട്ട് നമുക്ക് 2025 പറയാൻ കഴിയാതിരിക്കുന്നു? ആ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി കൂട്ടായ്മകൾ രൂപപ്പെടേണ്ടതായിരുന്നു. പക്ഷെ വിരളമായ കൂട്ടായ്മകൾ മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തി ഈ സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാമൂഹ്യ സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾക്ക് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വിദ്യാഭ്യാസമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് മുൻനിർത്തി നമ്മുടെ ഭരണഘടനയും ഒക്കെ പരിരക്ഷയോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ഇവിടെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കുറെ കൂടി മനോജ് മാഷ് പറഞ്ഞിരിക്കുന്ന ആ ഒരു സമഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണമെന്ന് കുറച്ചുകൂടി ശക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് അധ്യാപകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പൊതുപ്രവർത്തകർ എന്നിവരുണ്ട്, അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പുകളുണ്ട്. ഈ ആളുകളൊക്കെ ഇതിൽ സമഗ്രതയിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രവർത്തനം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം സ്വയം ഒന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളതും എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴായിട്ട് നമുക്ക് കാണുന്നത്
സ്കൂളുകളുടെയൊക്കെ നമ്മുടെ ഏറ്റവും അധ്യാപകർക്കാണ് ഒരുപക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്നുള്ളതും നമ്മൾ പറയേണ്ടതായിരിക്കുന്നത്. സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സമീപ പ്രദേശ സ്കൂളുകളുണ്ട്. നിരവധി പ്രദേശങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും സ്കൂളുകളിലൊക്കെ കലർന്നുള്ള ഒരു പിയർ ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പലപ്പോഴും കുട്ടികൾ കളിക്കുന്ന സമയത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഒരു പറ്റം കളിക്കുന്നു. ഈവൻ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് തോൾ ചേർത്തിട്ട് ഒരു ആദിവാസി സമൂഹവും മറ്റ് ഇതര സമൂഹത്തിലുള്ള ആളുകൾ ഒരുമിച്ച് പോകുന്നതൊക്കെ വളരെ വിരളമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഈ ചെറിയ ക്ലാസ്സിലുള്ള കാര്യമാണ് പറയുന്നത്, വലിയ ക്ലാസ്സിലുള്ള കാര്യമില്ല പറയുന്നത്. ചെറിയ ക്ലാസ് എന്തുകൊണ്ട് നമുക്കങ്ങനെ ഇപ്പോഴും കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ജനകീയവൽക്കരിക്കപ്പെടുന്ന വിദ്യാഭ്യാസത്തില് എന്തുകൊണ്ടാണ് ഈ ആശയം പൊതുമണ്ഡലത്തില് വരാതെ പോകുന്നത്? ഇപ്പോഴും ഈ വിദ്യാഭ്യാസം ഈ പറയുന്ന ആളുകൾക്കൊക്കെ അത്ര പഠിച്ചാൽ മതി എന്ന പൊതുബോധം നമ്മളിൽ ഉണ്ടാവുന്നെന്ന് അത് നമ്മൾ ഏത് രീതിയിലോട്ട് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുള്ളത് എന്നും കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്ന സംഗതിയാണ്. ഈ നമ്മൾ വളരെ സെറ്റിൽഡ് ആയിട്ടാണ് ആ സ്ഥാനത്തെ കാണുന്നത്. ഒരുപക്ഷെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ അത് വളരെ സാധാരണത്വമുള്ള എല്ലാവരുടെയും സ്കൂളിൽ പോയിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു സാമൂഹ്യം എല്ലാ ആളുകൾക്കും കൺസേൺ അല്ല, അവരങ്ങനെയാണ് പോകാറില്ല, അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു സെറ്റിൽഡ് ആയ ബോധം നമ്മളുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പൊതു സമൂഹം എങ്ങനെയാണ് ആദ്യം ഗോത്ര വിദ്യാഭ്യാസത്തെ പ്രത്യേകിച്ച് ഗോത്രവർഗത്തിൽ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തെ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലോട്ട് ഒരു തൊഴിൽ എന്താ പറയുക ഒരു തൊഴിലാളികളെ സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പറ്റം ആളുകളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ള ഒരു പൊതുബോധം കൂടി. ഞാൻ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കപ്പെടുന്നത് ശരിയാണെന്ന് അറിയില്ല. പലപ്പോഴായിട്ട് കാണുന്നത് ഈ കുട്ടികളെയൊക്കെ ചെറിയ കുട്ടികളെയൊക്കെ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി മുതിർന്നു വരുമ്പോൾ കുട്ടികളെയൊക്കെ ഈ ചില ജോലിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇതൊരു തൊഴിലാളികളുടെ ഗ്രൂപ്പിനെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഒരു പക്ഷേ നമ്മുടെ പൊതുമണ്ഡലത്തിൽ എങ്ങനെയോ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു റാക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇനിയും വരേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. മനോജ് മാഷ് പറഞ്ഞിരിക്കുന്ന ഒരു സമഗ്രതയിൽ ഇത്തരം കാര്യം കൂടി ഉൾപ്പെടുത്തപ്പെടണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.